റിപ്പോർട്ട് ബ്രേക്കിംഗ്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം. SIO മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റ് KK അഷ്റഫിനെയാണ് സ്റ്റാഫിലെടുത്തത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അഷ്റഫ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് അഷ്റഫിന് നിയമനം നൽകിയിരിക്കുന്നത്. സ്റ്റാഫിൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. സർക്കാർ ഉത്തരവ് റിപ്പോർട്ടറിന് ലഭിച്ചു. പദവിക്ക് അനുയോജ്യനായതുകൊണ്ടാണ് നിയമിച്ചതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഇതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴിതെളിച്ചിരിക്കുന്നു. കാരണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചർച്ചകൾ പോലും അതിനുശേഷം ഇപ്പോഴിതാ നിയമനത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ, അതും അർഹരായവർ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു നിയമനം കൂടുതലായി ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താണിപ്പോൾ വിവാദം? റോഷ്നി, മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 150 പേരാണ്. പരമാവധി 150 പേരാണ്. അതിന് ലീഗിന്റെ പ്രാദേശിക ഘടകങ്ങൾ മുതൽ കണക്കെടുത്ത് ലിസ്റ്റ് അപേക്ഷകൾ വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 3000 അപേക്ഷകൾ കിട്ടി. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും നിയമനം കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആയി കോഴിക്കോട് പ്രവർത്തിക്കുന്ന അവിടെ ഏതാണ്ട് 5-8 സ്റ്റാഫുകളുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്ക് നിയമനം കൊടുക്കാറുണ്ട്. അവിടെ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമാണ് നിയമനം കൊടുത്തത്. അവിടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പോലും നിയമനം കൊടുത്തിട്ടില്ല. അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും കഴിഞ്ഞ 10 വർഷം ഭരണമില്ലാതിരുന്നപ്പോൾ ആ ഓഫീസ് തുച്ഛമായ ശമ്പളത്തിൽ ഓടിച്ചിരുന്ന ആളുകൾക്ക് പോലും അധികാരം കിട്ടിയപ്പോൾ നിയമനം കൊടുത്തിട്ടില്ല. ആ സമയത്താണ് SIO എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആൾക്ക് നിയമനം നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. അങ്ങനെ ഒരാളെയാണ് OA പോസ്റ്റിൽ നിയമിച്ചിരിക്കുന്നത്. കൊണ്ടോട്ടി മണ്ഡലത്തിലുള്ള ആളാണ് അദ്ദേഹം. പാർട്ടിക്കകത്ത് ഇത് വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, പോസ്റ്റർ ഒടിക്കുന്ന, ഇടികൊള്ളുന്ന കേസുകളിൽ പ്രതികളായ ആളുകളെ ഒന്നും അവിടെ നിയമിക്കാതെ ഈ തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകളെ നിയമിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നത്. മന്ത്രി എൻ ഷംസുദ്ദീനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് യോഗ്യതയാണ് നോക്കിയത്, അങ്ങനെ നിയമിച്ചതാണ് എന്ന ഒറ്റ വാക്ക് മറുപടിയാണ് എൻ ഷംസുദ്ദീൻ നൽകിയത്. പാർട്ടിക്കകത്ത് ഇത് വലിയ ചർച്ചയായി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടോട്ടി മണ്ഡലം ഭാരവാഹികൾ പാണക്കാടെത്തി തങ്ങളെ ഈ വിഷയത്തിൽ അല്പസമയത്തിനകം കാണും എന്നാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് യൂത്ത് ലീഗിനോ MSFനോ ഒന്നും കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു നിയമനം. അത് വലിയ ചർച്ചയാവുന്നു. അത് മുന്നണിക്കകത്തായാലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ വൃത്തങ്ങളിലായാലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.